പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വെണ്ടയുടെ അവസ്ഥ കണ്ട. നമ്മൾ നേരത്തെ കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ഇതിപ്പം മര്യാദയ്ക്ക് അതിൻ്റെ വളർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈബ്രിഡാണ്. അതിന് പൂവൊക്കെ വന്നിട്ടുണ്ട് ഓൾറെഡി. പൂവും കായും ഒക്കെ ആയി തുടങ്ങുന്നു. പിന്നെ അതിലുപരി നമ്മളൊരു ഇച്ചിരി വിത്തുകൾ പാകിയിട്ടുണ്ട് കണ്ട. ഇനിയിപ്പോൾ അടുത്ത നമുക്കിവിടെ ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ ഈ വാനം വെട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് പച്ചമുളക്, കാന്താരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം രാവിലെ തൊട്ട് 6 മണി തൊട്ട് ഈ പറയുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. അഹിമോനും ഇപ്പോൾ നമ്മുടെ അനന്തും ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞങ്ങൾ 5 പേര് ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി, ഞാനുൾപ്പെടെ. ഇപ്പം രാവിലെ വന്ന് ചെയ്തതാണ്. ഞാൻ മറ്റേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പുറത്ത് മധുവൻ്റെ അവിടെ വെട്ടിയത്. അപ്പം അതും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. എല്ലാവരും കൂടെ വന്നതാണ്. നമ്മുടെ 51ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. അപ്പോൾ അത് ഇനിയിപ്പം ഇവിടെ തെളിച്ച് ഇന്നലെ വന്ന എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല കരുത്തോടു കൂടി വന്നിട്ടുണ്ട് കാണാം. ഇത് നമ്മൾ ഒടിച്ചു കുത്തിയ സാധനം കണ്ട. ഒടിച്ചു കുത്തിയ സാധനത്തിനകത്ത് തന്നെ മുട്ട് വന്നിട്ടുണ്ട് കണ്ട. ഇത്രയും നമ്മളൊരു 100-നടുത്ത് നമ്മളെ ഒടിച്ച്, 100 അതിലുപരി ഒരു 10-200-നടുത്ത് നമ്മൾ ഒടിച്ച് തന്നെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മളുടെ കണക്ക് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും ബന്ദി ഒരു 1000 അടുത്ത് വരും. പിന്നെ നമ്മളത് വാടാമുല്ല അല്ലേ, വാടാമുല്ലയുടെ അവസ്ഥ ഇച്ചിരി പരിതാപകരമാണ്. ഇതിന് കുറച്ച് പുഴുവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാറുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുന്നു. കാരണം കരുത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതെ, ഇത് പിന്നുള്ളത് കണ്ട നമ്മൾ വെച്ചിരിക്കുന്നത്. നമ്മളിതെല്ലാം ഇന്നലെ ആണെങ്കിലും കാണിച്ചതാണ് പ്രമോദ്. ഇടയ്ക്കുള്ള ചീരകൾക്ക് പുഴുവായി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇത് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ. ഇന്നാരെങ്കിലും വരാൻ ഇനിയുള്ള സമയങ്ങളിൽ സമയം കണ്ടെത്തി വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇനി വെട്ടിക്കിളച്ച് കൂട്ടാനുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ചെടികൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കമ്പ് കുത്തിയിട്ട് മറിഞ്ഞിട്ടൊന്നുമില്ല, വൃത്തിയായിട്ട് തന്നെ കാര്യങ്ങളുണ്ട്. പക്ഷേ പൊക്കമുള്ളതിനൊക്കെ നമ്മൾ കുത്തിയില്ലെങ്കിൽ ഇനി അഥവാ മറിഞ്ഞാൽ അതിൻ്റെ കരുത്തിനെ ബാധിക്കും. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ പകൽ സമയങ്ങളിലെങ്കിലും, ഇപ്പോൾ വരാത്ത ആൾക്കാർ പകൽ സമയങ്ങളിലെങ്കിലും ഇവിടെ എത്തി ഈയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ സെക്രട്ടറി ഡെയിലി വരുന്നത് കുറഞ്ഞൊരു 4 കിലോമീറ്ററെങ്കിലും ഓടിയാണ് ഇവിടെ വരുന്നത്. നമ്മൾ അടുത്തുള്ളവർ പോലും നടന്നു വന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിന് പോലും ആൾക്കാർക്ക് ഇവിടെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കാന്താരിയും അതുപോലെ തന്നെ പച്ചമുളകും വഴുതനയും നടാനുള്ള സംവിധാനമാണ്. നമ്മളിത് നോക്കിയാൽ വെച്ചാൽ ഇത് ഇച്ചിരി കൂടെ നമുക്കൊരു ഷേപ്പും നമുക്ക് കാണാനൊരു ഭംഗി, സാധാരണ ചെയ്യുന്ന പോലെയല്ല, ഒരു ആർട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെടികൾ നടുന്നതോടൊപ്പം തന്നെ ഒരു സന്തോഷം നമ്മൾ കാണുമ്പോൾ ഇതിനകത്തൂടെ ഒന്ന് പാസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു വൈബ്, അതൊക്കെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനിയും ചെയ്യാനുണ്ട്. ഇത് കുറച്ചും കൂടെ നമ്മൾ സാധാരണ വാനം പിടിക്കുന്ന പോലെ അല്ല, അത് ഇച്ചിരി കൂടെ ഒരു വെറൈറ്റി നമുക്ക് കാണാൻ ഇച്ചിരി ഭംഗി, റൗണ്ട്, സ്ക്വയർ, അതുപോലെ വെറൈറ്റി. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തത ഉണ്ടാകണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കണം. എന്തെങ്കിലും ഇന്ന് നല്ല രീതിയിലേക്ക് പ്രിയപ്പെട്ട അംഗങ്ങളെല്ലാവരും, രാവിലെ വന്ന അംഗങ്ങളെല്ലാം നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടാണ് പോകുന്നത്. എല്ലാവരും നല്ലപോലെ വിയർത്ത് ാണ് ഇവിടെ നിന്ന് പോകുന്നത്. അത് വളരെയേറെ സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടിന് അതിന് തക്കതായ ഫലം തരും. ഇപ്പോൾ ഈ ഒരു 51ാം ദിവസം നമ്മൾ പൂക്കൃഷി തുടങ്ങിയിട്ട് അത് നല്ല രീതിയിലേക്കാണ് എത്തുന്നത്. അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട്. അതുപോലെ അതിൻ്റെ ഫലം കിട്ടുമ്പോൾ കിട്ടുന്ന ഇരട്ടി സന്തോഷമാണ്. എന്തെങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്തവർക്ക് വെച്ചാൽ ഒരുപാട് അംഗങ്ങൾ ഇതിനകത്ത് ഇവർ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ബഹുഭൂരിപക്ഷം അംഗങ്ങളും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന അംഗങ്ങളാണ്. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി ഇതിനകത്ത് നന്ദി അറിയിക്കുകയാണ്. ഇനി വരാത്ത അംഗങ്ങൾ കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. കളയുണ്ട്, അതുപോലെ വെള്ളം ഒഴിക്കേണ്ട സ്ഥലത്ത് വെള്ളം ഒഴിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ബാക്കി വളമിടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്തതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ആരും വറിയിടാണ്ട്. എന്തെങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.